രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ബിജെപി മുന്നിൽ കാണുന്നുണ്ട് തെക്കേ ഇന്ത്യയിൽ. ഇപ്പോൾ ഇതിനകത്ത് ഈ അല്ലു അർജുനോട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഒരു തരത്തിലും ഒരു സ്ഥലത്തേക്ക് ഒളിച്ചു പോകേണ്ടതില്ല. നിങ്ങൾ പോലീസിന് കേടങ്ങ്, നിങ്ങൾ എന്നിട്ട് അറസ്റ്റ് വരിക്കുക. നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വന്നാൽ ജയിലിൽ പോകും. നിങ്ങൾ ജാമ്യം കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഒരു തിരക്കഥയില്ല എന്ന് ആര് കണ്ടു? അത് രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ പ്രൊമോഷനെ പറ്റി മാത്രമല്ല, രാഷ്ട്രീയമാണ്. കാരണം ഇപ്പോൾ തെലുങ്ക് ദേശത്ത് ഈ പവൻ കല്യാൺ 2014 ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ്, ജനസേന പാർട്ടി എന്തോ അല്ലേ അതിന്റെ പേര്. ആ പാർട്ടി NDAക്കാണ് ആദ്യം തന്നെ പിന്തുണ കൊടുക്കുന്നത്. അത് പച്ച തൊട്ടില്ല. അത് കഴിഞ്ഞ് 2019 NDA വിട്ടുകൊണ്ട് അയാൾ മത്സരിക്കുകയാണ്. ഏറ്റവും അത്ഭുതകരം ഇടതുപക്ഷ കക്ഷികളുമായി ചേർന്നാണ് മത്സരിക്കുന്നത്. പവൻ ഉൾപ്പെടെ തോറ്റുപോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ പരാജയപ്പെട്ടു പോയി. അതിനുശേഷം പിന്നീട് പവൻ ചെയ്യുന്നത് BJPയുമായി വീണ്ടും സഖ്യത്തിലാവുകയാണ്. എന്ന് മാത്രവുമല്ല, അന്ന് ജയിലിൽ കിടക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെ പോയി കാണുന്നു. എന്നിട്ട് പറയുകയാണ്, നമുക്ക് 3 പേർക്കും കൂടെ ചേർന്ന് YSRനെ നേരിടാം, YSR CPയെ നേരിടാം അല്ലെ. അങ്ങനെ നേരിടുകയും വലിയ തോതിലുള്ള വിജയത്തിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ അവിടെ ഉപമുഖ്യമന്ത്രിയാണ്. 21 സീറ്റുകളാണ് കിട്ടിയത് മത്സരിക്കാനായി. അവിടെ എല്ലായിടവും ജയിച്ചു. ഇത് പവൻ എന്ന് വെച്ചാൽ ഇളം കാറ്റല്ലേ, ഇത് ഇളം കാറ്റല്ല കൊടുങ്കാറ്റാണ് എന്ന് മോദി പ്രശംസിച്ചു പവനെ. അപ്പോൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ പിടിക്കാൻ പറ്റുന്നില്ല BJPക്ക്. ഇപ്പോൾ ഈ പറയുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് കണ്ണിൽ കരടായിരുന്നു വിജയ് എങ്കിൽ ഇപ്പോൾ വിജയ് ഇറങ്ങട്ടെ.